നമസ്കാരം. നാളെ രാജ്യത്ത് വലിയ ഒരു പ്രക്ഷോഭം നടക്കാനൊരുങ്ങുകയാണ്. മറ്റെങ്ങുമല്ല, രാജ്യ തലസ്ഥാനത്ത് തന്നെയാണ്. ദില്ലി ചലോ എന്ന പേരിൽ കർഷകർ വീണ്ടും സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. 200-ലധികം കർഷക സംഘടനകൾ, 1000-ലധികം കർഷകർ, അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ പങ്കെടുക്കുന്ന സംഘടനകളുടെ ഉൾപ്പെടെ വിവരം പുറത്തു വരുന്നത്. നിലവിൽ എന്തായാലും ഈ നടക്കുന്ന അനുനയ നീക്കങ്ങളൊന്നും വിജയിച്ചില്ല എങ്കിൽ ദില്ലി നാളെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു വമ്പൻ പ്രക്ഷോഭത്തിനായിരിക്കും എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷേ ദില്ലിയിലേക്ക് കടക്കുന്നതിന് പല തടസ്സങ്ങളും ഇപ്പോൾ അയൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഹരിയാന സർക്കാർ ഹരിയാന ദില്ലി ബോർഡറിൽ കോൺക്രീറ്റ് കട്ടകളും മുള്ളുവേലികളും ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ സർക്കാർ ഒരു തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കർഷകരുടെ മാർച്ച് ദില്ലിയിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും അവിടുത്തെ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. അംബാല, കുരുക്ഷേത്ര, കൈതാൽ, ജിന്ദ്, ഹിസാർ, ഫത്തേഹാബാദ്, സിർസ എന്നീ 7 ജില്ലകളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്കടക്കം നേരത്തെ തന്നെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം SMS അയക്കുന്നതിനും മറ്റും ഫെബ്രുവരി 11 മുതൽ 13-ാം തീയതി വരെ ഒരു നിയന്ത്രണവും ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ദില്ലിയിലേക്ക് ആയിരക്കണക്കിന് കർഷകർ മാർച്ച് സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി മറ്റൊരു പ്രധാനപ്പെട്ട മുന്നൊരുക്കം കൂടി ഹരിയാന സർക്കാർ നടത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, സംസ്ഥാനത്തെ ഏറ്റവും വലിയ 2 സ്റ്റേഡിയങ്ങൾ ഹരിയാന സർക്കാർ ജയിലുകളാക്കി മാറ്റിയിരിക്കുകയാണ്. സിർസയിലെ ചൗധരി ദർബീൽ സിംഗ് ഇൻഡോർ സ്റ്റേഡിയവും ദബ്വാലിയിലെ ഗുരു ഗോവിന്ദ് സിംഗ് സ്റ്റേഡിയവും കർഷകരെ തടങ്കലിൽ പാർപ്പിക്കുന്നതിനുള്ള താൽക്കാലിക ജയിലുകളാക്കുമെന്ന് തന്നെയാണ് NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും അനിഷ്ട സാഹചര്യം നാളെ ഉണ്ടാവുകയാണെങ്കിൽ തടങ്കിലാക്കപ്പെടുന്ന ആളുകളെ, എത്രയധികം ആളുകളെ ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ സംസ്ഥാനത്തെ ജയിലുകൾ പര്യാപ്തമായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകളെയും അതിനോടൊപ്പം സ്റ്റേഡിയങ്ങളെയും മറ്റും ഇപ്പോൾ ജയിലുകളാക്കി സംസ്ഥാന സർക്കാർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്ന കർഷകരെ താൽക്കാലിക ജയിലുകളിൽ പാർപ്പിക്കുമെന്നുകൂടി അധികാരികൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. കേന്ദ്രം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന അനുനയ ശ്രമങ്ങൾ വിജയിച്ചില്ല എങ്കിൽ നാളെ ഉണ്ടാകാൻ പോകുന്ന പ്രക്ഷോഭം, അതിന്റെ പരിണിത ഫലങ്ങൾ, ഇതൊക്കെ രാജ്യത്തെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.